കോൺട്രവേഴ്സി എന്താ? ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും കോൺട്രവേഴ്സി എന്താ? അതെ അതെ അതെ, നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യാൻ മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ ഇതാണ് ശിവാനി. ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദി ലീഡ് റോൾ. ചേട്ടാ ഒരു മിനിറ്റ്. The other one is much better. ഇതിലെന്താ കോൺട്രവേഴ്സി ആവാൻ മാത്രം എന്താ ഉള്ളത്? 179 rupees. Thank you bro. React to Jawab by Ayash MHB Chekkan from Kannur. React ഇത് കഴിഞ്ഞിട്ട് ഇതിലെന്താ മാല ഇടുന്നോണ്ട് കണ്ടോക്കെ മനസ്സിലാവൂലേ? അതാണ് ജോർജ് സാർ. Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry കാണാൻ. എടാ ആരെങ്കിലും അറിയാമെന്ന് പറ. ഇതിലെന്തിനാ കോൺട്രവേഴ്സി മനസ്സിലാകുന്നില്ല. ഇതമ്മളെ മറ്റേ ഇയാളല്ലേ റഹ്മാൻ പുതിയവലാപ്പി ഡൊനേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. സുഖമാണോ നിഹാദേ? സുഖം ബ്രോ, സുഖം. ബ്രോ ജാവ് ഗുരു വെബ്സൈറ്റ് അപ്ഡേറ്റ് ആയി, പ്ലീസ് റിയാക്ടോ. ജാവ് ഗുരു അതെന്താ എനിക്കറിയില്ല. ഷോർട്ടിലുള്ള ജ്വല്ലറി കാണാനില്ല സർ. The main jewelry is missing. We've informed the police. ജാവ് ഗുരു എന്തെന്നാ എക്സ്പ്ലെയിൻ ബ്രോ. So please don't step out of the video. Kindly cooperate. അറിയിക്കണ്ടേ? തീർച്ചയായും. മമ്മൂക്ക് കളിയാക്കാൻ കിട്ടിയല്ല നാറി. എടാ അതെല്ലാം ഒരു ആക്ടറിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല ഇതെല്ലാം ഒരു ആക്ടറിന്റെ ധർമ്മമാണത്. എടാ അഭിനയ മികവാന്നടാ അതെല്ലാം. നോക്കട്ടെ ചേട്ടാ ആരും കൊതിച്ചു പോകും. ഞാൻ ഒരു ലാലേട്ട ഫാൻ ഒന്നുമല്ല, പക്ഷെ എനിക്ക് അതിൽ എന്താ കറക്റ്റ് ബാലൻസ് എന്താ പ്രശ്നം എന്താ തോന്നിയില്ല. മമ്മൂട്ടി പട്ടി നീയില്ല, നീ വെറും എടേ എന്നാ ഒരു കാര്യം വേണ്ട. അപ്പൊ മാമാങ്കത്തിൽ എന്താ ഉള്ളത്? അങ്ങനെയൊന്നും പറയണ്ട പോലെ എന്ത് ഇതെന്തിനാ മഴവില്ല സ്പാം ചെയ്താടാ മുത്തേ. അതെല്ലാം ലാലേട്ടന്റെ അഭിനയ മികവാന്ന് ഞാൻ പറയും. അഭിനയ മികവ് മുത്തേ, അതിനൊരു കഴിവ് വേണം. വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ലാലേട്ടന്റെ ട്രൈ ചെയ്ത് നടന്നിട്ടില്ലല്ലോ മാമാങ്കത്തില്. മമ്മൂട്ടി ഒരു മാമാങ്കോന്ന് പറയുന്നുണ്ടല്ലോ മലയക്കോട്ടെ വാളിമന എന്താണ് മലയക്കുട്ടെ വാളി ഒരു പ്രൈസ് ഇട്ട് ഒരു പുയ്യ നടന്നേ തരുന്നേ എന്താ മോനെ ഇതെല്ലാം ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ആരല്ല ലാലേട്ടൻ ഫാനുള്ളേ? ഒന്ന് ലെഫ്റ്റിലേക്ക് മാറിയെന്നേ. ലാലേട്ടൻ ഫാൻസ് ഒന്ന് മാറ പോ. റാംബോ ലാലേട്ടൻ ഫാനല്ലേ? പോ. അങ്ങോട്ട് പോയ. നീ ലാലേട്ടൻ ഫാൻ അല്ല? നീയോ? നീ മമ്മൂട്ടിയാ? ഒരു നാലാള്, നമ്മ നാലാളല്ലേ? നമ്മ നാലുണ്ട്. നമ്മള് സ്ട്രോങ് ഇവരെ പോലെയല്ല. നമ്മള് സ്ട്രോങ് ആൾക്കാരാ. ഇതില്ലേ ആരോഗ്യമില്ലേ? ആരോഗ്യമുള്ളതുകൊണ്ട് എന്താടാ? അതുകൊണ്ട് നമ്മള് അല്ല അങ്ങനെ സ്ട്രോങ് അല്ലാത്തതല്ല ഞാൻ പറയുന്ന ഒരു ഹെൽത്തി ഡിബേറ്റ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയല്ലേ. ഒരു ഹെൽത്തി ഡിബേറ്റ്. ഈ ആഡ് മമ്മൂട്ടി ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും?
അഭിനയിക്കലില്ല, മമ്മൂട്ടി എടുക്കൂല, അതന്നെ. അല്ലല്ല, കാര്യം ഉള്ള പോലെ സംഭവം പറയും. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ സാധനം ഒന്നും എടുക്കൂല. മമ്മൂട്ടി ഇത് എടുത്തിനെങ്കിൽ, എടാ പറയടാ, മമ്മൂട്ടി ഇത് എടുത്തിനെങ്കിൽ അഥവാ എടുത്താൽ ഫ്ലോപ്പ് ആവും. അല്ലെ, ഫ്ലോപ്പ് ആവും. സാധനം ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല. നമ്മള് മാമാങ്കം കണ്ടതാ പറയാ. ഞാൻ കണ്ടില്ല, ഞാൻ ട്രെയിലറെ കണ്ടില്ല. മലയക്കോട്ടെ വാലിബനുള്ള ശരിയായ ക്ലാസിക്കാ അല്ല. അതെയാ ആറാട്ടല്ലോ എന്താ അടിപൊളി പടാന്ന് പറയാ. ആറാട്ടിലെ പാട്ട് പിന്നെ തലയുടെ വിളയാട്ട്. ഓക്കെ നമുക്ക് പോളിടാം. നമുക്ക് വൺസ് ആൻഡ് ഫോർ ഓൾ നമുക്ക് ഇത് സെറ്റിൽ ചെയ്യാം. ഓക്കെ, നമ്മളെ ലാലേട്ടന്റെ പവർ. ഞാൻ ഒരു കാര്യം തുടങ്ങിയതാ കിട്ടോ. നീ ഒന്നും പേടിക്കണ്ട, എനിക്ക് അത്രയും ഉറപ്പാ. ബിസ്മില്ല. ഇതിലൊന്നും യാതൊരു സംശയത്തിന്റെ ആവശ്യം. ലാലേട്ടൻ എനിക്ക് പറഞ്ഞ് ഒരു എന്നൊക്കെ വരുന്നില്ലല്ല. ഇപ്പൊ കേറും. ഇനിയിപ്പോ ലാലേട്ടന് വോട്ട് എല്ലാരും ഒന്ന് വോട്ട്. സമ്മതിച്ചോ ഷമീർ? സമ്മതിച്ചോ? എന്ത് സമ്മതിക്കാനുള്ള ഇവരില്ലെങ്കിൽ പറയാ. ഇതിലിപ്പോ ഇത്ര 53%. കലവില നിർത്ത്. നിങ്ങളെ കലവില എനിക്ക് തലവേന എടുക്കാം. എനിക്ക് കലവില ഭയങ്കര തലവേന. പ്ലീസ് ഇപ്പൊ തലവേദന കൺവേർട്ട് ചെയ്തു. എടാ ഇത് എന്ത് കൺവേർട്ട് ചെയ്തു മോനെ? ഈ ചാറ്റിലുള്ള വോട്ടൊന്നും അല്ല കാര്യം. അത് ഈ 47% കാണും, പക്ഷെ മരിക്കാൻ തയ്യാറായിട്ടുള്ള 47%. ആയിക്കോട്ടെ, ഈ 53% കാണും. അവര് മമ്മൂക്കാടി ജീവിക്കാൻ തയ്യാറാണ്.